പ്പോൾ പാവം പിടിച്ച പെൺകുട്ടികളല്ലേ അവരെ ഇങ്ങനെ ദിയാകൃഷ്ണയുടെ അച്ഛനും ഒക്കെ കുടുക്കിയതാണെന്ന് നമുക്ക് തോന്നിപ്പോവാം. കാരണം വിശ്വസനീയമായ രീതിയിൽ തന്നെയാണ് പറയുന്നത്, അവിശ്വസനീയമായിട്ടുള്ള ഒന്നും അതിലില്ല. അപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിശ്വസിക്കും, നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അവൾക്ക് വേണ്ടി തുറന്നിടും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ അതിലും ഇവൾ തെറ്റുകാരിയാണ് എന്ന് മനസ്സിലായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ശേഷം ആ ഒരു നാടകത്തിന് തിരശ്ശീല വീണിരിക്കുകയാണ്. നമുക്കറിയാം, വേടൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ പലരും പറയുന്നുണ്ട് വേടൻ ജാതിക്കാട് കാണിച്ചാണ് രക്ഷപ്പെടുന്നത്. ഈ ദളിതൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദളിതൻ എന്നുള്ളൊരു പേരിനെ യൂസ് ചെയ്തുകൊണ്ട് വേടൻ പലപ്പോഴും രക്ഷപ്പെടുന്നു എന്ന് പലരും പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേടൻ ഇന്നവരെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഈ കാര്യത്തിൽ ഇങ്ങനെ വന്നിട്ട് വേടനെ വെച്ചിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുന്ന ചില ആളുകളുടെ വികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ കാണിക്കുന്ന ചില തന്തയ്ക്ക് പിറക്കാത്ത ആളുകൾ കാണിക്കുന്ന പരിപാടികളുണ്ട്. എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ കാണിച്ചു പോകുന്നു എന്ന് ഞാൻ പറയില്ല. ആ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു